14/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഒരു ബാബ തന്നെയാണ് നമ്പർ 1 ആക്ടർ. ആ ഒന്ന് പതീതരെ പാവനമാക്കുന്ന ആക്ട് ചെയ്യുന്നു. ബാബയെപ്പോലെ മറ്റാർക്കും ആക്ട് ചെയ്യുവാൻ സാധിക്കില്ല. ചോദ്യം: സന്യാസിമാരുടെ യോഗം ഭൗതിക യോഗമാണ്. ആത്മീയ യോഗം ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ? ഉത്തരം: സന്യാസിമാർ ബ്രഹ്മതത്വവുമായി യോഗം വയ്ക്കുന്നത് പഠിപ്പിക്കുന്നു. ഇപ്പോൾ അതാകട്ടെ വസിക്കുവാനുള്ള സ്ഥാനമാണ്. അപ്പോൾ അത് ഭൗതിക യോഗമായി. തത്വത്തെ സുപ്രീം എന്ന് പറയുന്നില്ല. കുട്ടികളായ നിങ്ങൾ സുപ്രീം ആത്മാവുമായി യോഗം ചേർക്കുന്നു. അതിനാൽ നിങ്ങളുടെ യോഗം ആത്മീയ യോഗമാണ്. ഈ യോഗം ബാബയ്ക്ക് തന്നെയാണ് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. കാരണം ആ ഒന്ന് തന്നെയാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്. ഗീതം: നീ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ഓം ശാന്തി. കുട്ടികളെ, വളരെ പേർ ഓം ശാന്തി എന്ന് പറയുന്നു. അതായത് ആത്മാവിൻ്റെ തിരിച്ചറിവ് നൽകുന്നു. പക്ഷേ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഓം ശാന്തിക്ക് വളരെയധികം അർത്ഥം കണ്ടെത്തുന്നു. ചിലർ പറയുന്നു ഓം എന്നാൽ ഭഗവാനാണ് എന്ന്. പക്ഷേ അല്ല. ഓം ശാന്തി എന്നത് ആത്മാവാണ് പറയുന്നത്. അഹം ആത്മാ, അതായത് ഞാൻ ആത്മാവിൻ്റെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. അതിനാൽ ഞാൻ ശാന്ത സ്വരൂപമാണ് എന്ന് പറയുന്നു. ഇത് എൻ്റെ ശരീരമാണ്. ഇതിലൂടെ നമ്മൾ കർമ്മം ചെയ്യുന്നു. എത്ര സഹജമാണ്. അതുപോലെ ബാബയും ഓം ശാന്തി എന്ന് പറയുന്നു. എന്നാൽ ഞാൻ സർവരുടെയും പിതാവായത് കാരണം, ബീജരൂപമായത് കാരണം, രചനയാകുന്ന വൃക്ഷത്തിൻ്റെ അഥവാ കൽപ്പവൃക്ഷത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. നിങ്ങൾ ഏതൊരു വൃക്ഷത്തെ നോക്കിയാലും അതിൻ്റെ ആദി മധ്യ അന്ത്യത്തെ അറിയുവാൻ സാധിക്കും. ആ ബീജം ജഡമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് കൽപ്പവൃക്ഷമാണ്. ഇതിൻ്റെ ആദി മധ്യ അന്ത്യത്തെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. ഞാൻ അറിയുന്നു. എന്നെ പറയുന്നത് തന്നെ ജ്ഞാനത്തിൻ്റെ സാഗരമെന്നാണ്. ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ഇരുന്ന് ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് നാടകമാണ്. ഇതിനെ ഡ്രാമ എന്ന് പറയുന്നു. അതിലെ ആക്ടേഴ്സാണ് നിങ്ങൾ. ബാബ പറയുന്നു, ഞാനും ആക്ടറാണ്. കുട്ടികൾ പറയുന്നു, ഹേ ബാബ, പതീത പാവന ആക്ടറായി മാറൂ. വന്ന് പതീതരെ പാവനമാക്കി മാറ്റൂ. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പാർട്ട് കേവലം ഈ സംഗമ സമയത്ത് തന്നെയാണ്. അതും എനിക്ക് സ്വന്തമായ ശരീരമില്ല. ഞാൻ ഈ ശരീരത്തിലൂടെ ആക്ട് ചെയ്യുന്നു. എൻ്റെ നാമം ശിവൻ എന്നാണ്. കുട്ടികളെ തന്നെയാണല്ലോ മനസ്സിലാക്കിക്കുന്നത്. കുരങ്ങന്മാരുടെയോ മൃഗങ്ങളുടെയോ പാഠശാലയൊന്നുമില്ല. എന്നാൽ ബാബ പറയുന്നു, ഈ 5 വികാരങ്ങൾ ഉള്ളത് കാരണം മുഖം മനുഷ്യൻ്റേതുപോലെയാണ്. എന്നാൽ കർത്തവ്യം കുരങ്ങന്മാരെ പോലെയാണ്. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. പതീതം എന്ന് എല്ലാവരും സ്വയം പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ പതീതമാക്കുന്നത് ആരാണ്, പിന്നെ ആരാണ് വന്ന് പാവനമാക്കുന്നത് എന്നതറിയുന്നില്ല. പതീത പാവനൻ ആരാണ്? ആ ഒന്നിനെ വിളിക്കുന്നു. ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നമ്മളെല്ലാം ആക്ടേഴ്സാണ് എന്നതും അറിയുന്നുണ്ട്. ഞാൻ ആത്മാവ് ഈ വസ്ത്രം സ്വീകരിച്ച് പാട്ട് അഭിനയിക്കുന്നു. ആത്മാവ് പരന്ധാമത്തിൽ നിന്നാണ് വരുന്നത്. വന്ന് പാട്ട് അഭിനയിക്കുന്നു. ഭാരതത്തിന്മേൽ തന്നെയാണ് മുഴുവൻ കളിയും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. പാവനമായ ഭാരതത്തെ പതീത ഭാരതം ആക്കിയത് ആരാണ്? രാവണൻ. ലങ്കയിൽ രാവണ രാജ്യമുണ്ടായിരുന്നതായി പാടുന്നുണ്ട്. ബാബ പരിധിയില്ലാത്തതിലേക്ക് കൊണ്ടുപോകുന്നു. ഹേ കുട്ടികളെ, ഈ മുഴുവൻ സൃഷ്ടിയും പരിധിയില്ലാത്ത ദ്വീപാണ്. അതാണെങ്കിൽ പരിധിയുള്ള ലങ്കയാണ്. ഈ പരിധിയില്ലാത്ത ദ്വീപിൽ രാവണന്റെ രാജ്യമാണ്. ആദ്യം രാമരാജ്യമായിരുന്നു, ഇപ്പോൾ രാവണ രാജ്യമാണ്.
കുട്ടികൾ പറയുന്നു, ബാബ, രാമരാജ്യം എവിടെയായിരുന്നു? ബാബ പറയുന്നു, കുട്ടികളെ, അത് ഇവിടെ തന്നെയായിരുന്നല്ലോ. അതിനെ എല്ലാവരും ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭാരതവാസികൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതാണ്, ഹിന്ദു ധർമ്മത്തിലേതല്ല. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ ഓമന കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് ആദ്യം ഭാരതത്തിലുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആ സത്യയുഗത്തിൻ്റെ രാജ്യം ആരാണ് നൽകിയിരുന്നത്? തീർച്ചയായും ഹെവൻലി ഗോഡ് ഫാദർ തന്നെയാണ് ഈ സമ്പത്ത് നൽകുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എത്ര പേർ മറ്റു ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയി. മുസ്ലിങ്ങളുടെ രാജ്യമായിരുന്നപ്പോൾ വളരെ പേരെ മുസ്ലിമാക്കി മാറ്റി. ക്രിസ്ത്യൻസിൻ്റെ രാജ്യമായിരുന്നപ്പോൾ വളരെ പേരെ ക്രിസ്ത്യൻസാക്കി. ബൗദ്ധരുടെ രാജ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും വളരെ പേരെ ബൗദ്ധരാക്കി മാറ്റി. തൻ്റെ ധർമ്മത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ആദി സനാതന ധർമ്മം എപ്പോഴാണോ പ്രായേണ ലോപിക്കുന്നത്, അപ്പോൾ വീണ്ടും ആ ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നു. ബാബ ഭാരതവാസികളായ നിങ്ങൾ ഏവരോടും പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങളെല്ലാവരും ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതായിരുന്നു. നിങ്ങൾ 84 ജന്മങ്ങളെടുത്തു. ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയൻ ഈ വർണ്ണങ്ങളിൽ വന്നു. ഇപ്പോൾ വീണ്ടും ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് വന്നിരിക്കുന്നു, ദേവതാ വർണ്ണത്തിലേക്ക് പോകുന്നതിനായി. ബ്രാഹ്മണ ദേവതായ നമ എന്ന് പാടുന്നുമുണ്ട്. ആദ്യം ബ്രാഹ്മണരുടെ നാമമാണ് പറയുന്നത്. ബ്രാഹ്മണർ തന്നെയാണ് ഭാരതത്തെ സ്വർഗമാക്കിയത്. ഇത് ഭാരതത്തിൻ്റെ പ്രാചീന യോഗമാണ്. ആദ്യം ഏതൊരു രാജയോഗമാണോ ഉണ്ടായിരുന്നത്, അതിൻ്റെ വർണ്ണന ഗീതയിലുണ്ട്. ഗീതയിലെ യോഗം ആരാണ് പഠിപ്പിച്ചിരുന്നത്? ഇത് ഭാരതവാസികൾ മറന്നുപോയി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, യോഗം ഞാനാണ് പഠിപ്പിച്ചിരുന്നത്. ഇതാണ് ആത്മീയ യോഗം. ബാക്കിയെല്ലാം ഭൗതിക യോഗമാണ്. സന്യാസിമാരും മറ്റും ബ്രഹ്മവുമായി യോഗം യോജിപ്പിക്കൂ എന്ന് ഭൗതിക യോഗം പഠിപ്പിക്കുന്നു. അത് റോങ് ആണ്. ബ്രഹ്മതത്വം വസിക്കുന്ന സ്ഥാനമാണ്. അത് സുപ്രീം ആത്മാവല്ല. ബാബയെ മറന്നുപോയി. നിങ്ങളും മറന്നുപോയിരുന്നു. നിങ്ങൾ സ്വന്തം ധർമ്മത്തെയും മറന്നുപോയി. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. വിദേശത്ത് യോഗം ഉണ്ടായിരുന്നില്ല. ഹഠയോഗവും രാജയോഗവും ഇവിടെ തന്നെയാണുള്ളത്. ആ നിവൃത്തി മാർഗത്തിലുള്ള സന്യാസിമാർക്ക് ഒരിക്കലും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. അറിയുന്നവരെ പഠിപ്പിക്കുകയുള്ളൂ. സന്യാസിമാർ രാജപദവും ഉപേക്ഷിക്കുന്നു. ഗോപിചന്ദ് രാജാവിൻ്റെ ഉദാഹരണമുണ്ടല്ലോ. രാജപദം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. അതിൻ്റെയും കഥയുണ്ട്. സന്യാസിമാർ രാജപദം വിടുവിക്കുന്നവരാണ്. അവർക്ക് പിന്നെ എങ്ങനെ രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കും? ഈ സമയം മുഴുവൻ വൃക്ഷവും ജീർണിച്ചു പോയി. ഇപ്പോൾ ഇതാ വീഴാൻ പോകുന്നു. ഏതൊരു വൃക്ഷവും ജീർണിക്കുമ്പോൾ അവസാനം അതിന് വീഴേണ്ടി വരുന്നു. അതുപോലെ ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷവും തമോ പ്രധാനമാണ്. ഇതിൽ യാതൊരു സാരവുമില്ല. ഇതിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകും. ഇതിനു മുമ്പേ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ഇവിടെ ചെയ്യേണ്ടതുണ്ട്. സത്യയുഗത്തിൽ ദുർഗതിയുള്ളവരായി ആരും ഉണ്ടാകുന്നില്ല. ഇവർ വിദേശത്ത് പോയി യോഗം പഠിപ്പിക്കുന്നു. എന്നാൽ അത് ഹഠയോഗമാണ്. ജ്ഞാനം തീർത്തും ഇല്ല. അനേകം പ്രകാരത്തിലുള്ള ഹഠയോഗമുണ്ട്. ഇതാണ് രാജയോഗം. ഇതിനെ ആത്മീയ യോഗം എന്ന് പറയുന്നു. അവയെല്ലാം ഭൗതികമാണ്. മനുഷ്യരാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ നിങ്ങളെ ഒരു തവണ ഈ രാജയോഗം പഠിപ്പിക്കുന്നു. മറ്റാർക്കും ഒരിക്കലും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ സർവ പാപവും ഇല്ലാതാകും. ഹഠയോഗികൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. ബാബ ആത്മാക്കൾക്കാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത് പുതിയ കാര്യമാണ്.
ബാബ നിങ്ങളെ ഇപ്പോൾ ദേഹി അഭിമാനി ആക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് ദേഹമില്ല. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വരുന്നു. ഇദ്ദേഹത്തിൻ്റെ നാമം മാറുന്നു. കാരണം മർജീവ ആയിരിക്കുന്നു. ഗൃഹസ്ഥികൾ സന്യാസിയാകുമ്പോൾ മർജീവയായി. ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് നിവൃത്തി മാർഗം സ്വീകരിച്ചു. അപ്പോൾ നിങ്ങളും മർജീവ ആകുന്നതിലൂടെ പേര് മാറുന്നു. തുടക്കത്തിൽ എല്ലാവരുടെയും പേര് കൊണ്ടുവരുമായിരുന്നു. വദനത്തിൽ പോയി അലൗകിക പേര് കൊണ്ടുവന്നിരുന്നു. പിന്നെ ആശ്ചര്യത്തോടെ കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഓടിപ്പോകുന്നവരുമായി. അപ്പോൾ പേര് കൊണ്ടുവരുന്നത് അവസാനിച്ചു. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ പേര് നൽകുകയും പിന്നെ ഓടിപ്പോവുകയും ചെയ്യുകയാണെങ്കിൽ വെറുതെയായി പോകുന്നു. ആദ്യം വന്നവർക്ക് ഏതൊരു നാമമാണോ വെച്ചത് അത് വളരെ രമണീകമായിരുന്നു. ഇപ്പോൾ വയ്ക്കുന്നില്ല. സദാ നിലനിൽക്കുന്നവരുടേതാണ് വയ്ക്കേണ്ടത്. വളരെ പേർക്ക് പേര് വെച്ചു. പിന്നെ ബാബയുമായി ബന്ധം വേർപ്പെടുത്തി പോയിക്കളഞ്ഞു. അതിനാൽ ഇപ്പോൾ പേര് മാറുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ജ്ഞാനം ക്രിസ്ത്യൻസിൻ്റെ ബുദ്ധിയിലും ഇരിക്കും. ഭാരതത്തിൻ്റെ യോഗം നിരാകാരനായ ബാബ തന്നെയാണ് വന്ന് പഠിപ്പിച്ചിരുന്നത് എന്നത് മനസ്സിലാക്കും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ആര് ഈ ധർമ്മത്തിലേതായിരിക്കുകയും കൺവേർട്ടായി പോവുകയും ചെയ്തിട്ടുണ്ടാകുമോ അവർ നിലനിൽക്കും. നിങ്ങൾക്കറിയാം, മനുഷ്യന് മനുഷ്യൻ്റെ സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. ഈ ദാതായും മനുഷ്യനാണ്. ഇദ്ദേഹം പറയുന്നു, എനിക്ക് ആരുടെയും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. ഇതാണെങ്കിൽ ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സദ്ഗതിയും ഓർമ്മയിലൂടെ ഉണ്ടാകും. ബാബ പറയുന്നു, കുട്ടികളെ, ഹേ ആത്മാക്കളെ, ഞാനുമായി യോഗം ചേർക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ ആദ്യം ഗോൾഡൻ ഏജ്ഡും പ്യോറുമായിരുന്നു, പിന്നെ കലർപ്പ് ചേർന്നു. ആരാണോ ആദ്യം ദേവി ദേവന്മാരായിരുന്നത്, 24 കാരറ്റ് സ്വർണമായിരുന്നത്, അവരിപ്പോൾ അയൺ ഏജിൽ വന്നെത്തിയിരിക്കുന്നു. ഈ യോഗം കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നു. നിങ്ങൾക്കറിയാം, അതിലും ചിലർ പൂർണ്ണമായും അറിയുന്നു, ചിലർ കുറച്ച് അറിയുന്നു. ചിലരാണെങ്കിൽ ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നത് വെറുതെ കാണുന്നതിനായി വരുന്നു. ബ്രഹ്മകുമാർ കുമാരിമാർ ഇത്ര അനേകം കുട്ടികളുണ്ട്. തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവും ഉണ്ടാകുമല്ലോ. ആ ഒന്നിലൂടെ ഇത്രയും പേർ വന്ന് കുട്ടികളായി. തീർച്ചയായും എന്തെങ്കിലും ഉണ്ടാകും. അതുപോയി അവരോട് ചോദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് പ്രജാപിത ബ്രഹ്മാവിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് ചോദിക്കണമല്ലോ. പക്ഷേ ഇത്ര ബുദ്ധി പോലും ഇല്ല. വിശേഷിച്ച് ഭാരതത്തിനെ കുറിച്ചാണ് പറയുന്നത്. കല്ല് ബുദ്ധി തന്നെ പവിഴ ബുദ്ധിയും, പവിഴ ബുദ്ധി തന്നെ കല്ല് ബുദ്ധിയും എന്ന് പാടപ്പെടുന്നുമുണ്ട്. സത്യയുഗത്തിലും ത്രേതായിലും പവിഴ ബുദ്ധി ഗോൾഡൻ ഏജ് ആയിരുന്നു. പിന്നീട് സിൽവർ ഏജിൽ 2 കല കുറഞ്ഞു. അതിനാൽ പേര് ചന്ദ്രവംശി എന്നായി. കാരണം തോറ്റുപോയി. ഇതും പാഠശാലയാണ്. 33 മാർക്കിന് താഴെയാണ് എങ്കിൽ അവർ തോറ്റുപോകുന്നു. രാമനും സീതയും പിന്നെ അവരുടെ ഡിനാസ്റ്റിയും സമ്പൂർണ്ണമല്ല. അതിനാൽ സൂര്യവംശിയാകുവാൻ സാധിക്കില്ല. തോൽക്കുന്നവരായി ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. കാരണം പരീക്ഷയും വളരെ വലുതാണ്. മുൻപ് ഗവൺമെൻറ്റിൻ്റെ ICSൻ്റെ വലിയ പരീക്ഷ നടക്കുമായിരുന്നു. എല്ലാവർക്കും പഠിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കോടിയിൽ ചിലരാണ് വരുന്നത്. നമ്മൾ സൂര്യവംശി മഹാരാജാവും മഹാറാണിയുമാകണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലും വലിയ പ്രയത്നം ആവശ്യമാണ്. മമ്മയും ബാബയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീമത്തിലൂടെ. അവർ ആദ്യ നമ്പറിൽ പഠിക്കുന്നു. പിന്നെ ആരാണോ മാതാപിതാക്കളെ ഫോളോ ചെയ്യുന്നത് അവർ തന്നെ അവരുടെ സിംഹാസനത്തിൽ ഇരിക്കും. സൂര്യവംശി 8 ഡിനാസ്റ്റി നടക്കുന്നു. എഡ്വേർഡ് ദ ഫസ്റ്റ്, ദ സെക്കൻഡ് എന്ന് തുടരുന്നത് പോലെ. നിങ്ങളുടെ കണക്ഷൻ
ഈ ക്രിസ്ത്യൻസുമായി കൂടുതലുണ്ട്. ക്രിസ്ത്യൻ വംശം ഭാരതത്തിൻ്റെ രാജധാനിയെ വിഴുങ്ങി, ഭാരതത്തിൻ്റെ അളവറ്റ ധനം കൊണ്ടുപോയി. പിന്നെ ചിന്തിക്കൂ, സത്യയുഗത്തിൽ എത്ര അളവറ്റ ധനമുണ്ടായിരിക്കും? അവിടുത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും തന്നെയില്ല. അവിടെ എല്ലാ ഖനികളും നിറഞ്ഞതാകുന്നു. ഇപ്പോഴാണെങ്കിൽ ഓരോ വസ്തുവിൻ്റെയും ഖനികൾ ശൂന്യമായി കൊണ്ടിരിക്കുന്നു. പിന്നെ ചക്രം റിപ്പീറ്റാകും, അപ്പോൾ വീണ്ടും എല്ലാ ഖനികളും നിറഞ്ഞതാകും. മധുരമധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ രാവണൻ്റെ മേൽ ജയം നേടി രാജപദം നേടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം ഈ രാവണൻ വരും, വീണ്ടും നിങ്ങൾ രാജ്യം പാഴാക്കും. ഇപ്പോൾ ഭാരതവാസികളായ നിങ്ങൾ കൗടിക്ക് സമാനമായിരിക്കുന്നു. ഞാൻ നിങ്ങളെ വജ്രതുല്യമാക്കി, രാവണൻ നിങ്ങളെ കൗടി തുല്യമാക്കി. ഈ രാവണൻ എപ്പോൾ വന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് രാവണനെ കത്തിക്കുന്നത്? ഈ രാവണൻ പരമ്പരയായി തുടർന്നു വരുന്നു എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പകുതി കൽപ്പത്തിനു ശേഷമാണ് ഈ രാവണ രാജ്യം ആരംഭിക്കുന്നത്. വികാരിയാകുന്നത് കാരണം അവരെ ദേവീ ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. വാസ്തവത്തിൽ നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. നിങ്ങളുടെ അത്രയും സുഖം ആർക്കും കാണുവാൻ സാധിക്കില്ല. ഏറ്റവും അധികം ദരിദ്രവും നിങ്ങളാണായത്. മറ്റ് ധർമ്മത്തിലുള്ളവർ പിന്നീട് അഭിവൃദ്ധി പ്രാപിക്കുന്നു. ക്രൈസ്റ്റ് വന്നു. ആദ്യം വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരുന്നത്. എപ്പോഴാണോ വളരെ അധികമാകുന്നത്, അപ്പോഴാണ് രാജ്യം ഭരിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം രാജ്യപദം ലഭിക്കുന്നു. ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, പിതാവായ എന്നെ ഓർമ്മിക്കൂ. പകുതി കൽപ്പം നിങ്ങൾ ദേഹാഭിമാനിയായിരുന്നു, ഇപ്പോൾ ദേഹി അഭിമാനിയാകൂ. അടിക്കടി ഇത് മറന്നു പോകുന്നു, കാരണം പകുതി കൽപ്പത്തെ തുരുമ്പ് കയറിയിരിക്കുന്നു. ഈ സമയം നിങ്ങൾ ബ്രാഹ്മണർ കുടുമിയാണ്. നിങ്ങളാണ് ഏറ്റവും ഉയർന്നത്. സന്യാസിമാർ ബ്രഹ്മവുമായി യോഗം ചേർക്കുന്നു. അതിലൂടെ വികർമ്മം വിനാശമാകുന്നില്ല. ഓരോരുത്തർക്കും സതോ രജോ തമോയിലേക്ക് തീർച്ചയായും വരേണ്ടതുണ്ട്. തിരികെ ആർക്കും തന്നെ പോകുവാൻ സാധിക്കില്ല. എപ്പോഴാണോ എല്ലാവരും തമോ പ്രധാനമാകുന്നത്, അപ്പോൾ ബാബ വന്ന് എല്ലാവരെയും സതോ പ്രധാനമാക്കുന്നു. അതായത് എല്ലാവരുടെയും ജ്യോതി തെളിയുന്നു. ഓരോ ആത്മാവിനും തൻ്റെതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഹീറോ ഹീറോയിൻ പാർട്ട്ധാരി. ഭാരതവാസികളായ നിങ്ങൾ ഏറ്റവും ഉയർന്നതായിരുന്നു. അവർ രാജ്യം നേടുന്നു, പിന്നെ പാഴാക്കുന്നു. മറ്റാരും രാജ്യം നേടുന്നില്ല. അവർ രാജ്യം നേടുന്നത് ബാഹുബലത്തിലൂടെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ആരാണോ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത് അവർ തന്നെ ആകും. അപ്പോൾ സത്യമായ രാജയോഗം ബാബയ്ക്കല്ലാതെ ആർക്കും തന്നെ പഠിപ്പിക്കുവാൻ സാധിക്കില്ല. എന്താണോ പഠിപ്പിക്കുന്നത് അതെല്ലാം അയഥാർത്ഥ യോഗമാണ്. തിരിച്ച് ആർക്കും തന്നെ പോകുവാൻ സാധിക്കില്ല. ഇപ്പോൾ അന്തിമമാണ്. എല്ലാവരും ദുഃഖത്തിൽ നിന്നും മുക്തമാകുന്നു. വീണ്ടും നമ്പർ വൈസായി വരേണ്ടതുണ്ട്. ആദ്യം സുഖം അനുഭവിക്കേണ്ടതുണ്ട്, പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കൈ കാര്യങ്ങൾ ചെയ്യട്ടെ, മനസ്സ് ഓർമ്മിക്കട്ടെ എന്ന് പറയുന്നു. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. ബാക്കി ബുദ്ധിയോഗം ബാബയുമായി ഉണ്ടായിരിക്കട്ടെ. ആത്മാക്കളായ നിങ്ങൾ ഒരു പ്രിയതമൻ്റെ പ്രിയതമകളാണ്. ഇപ്പോൾ ആ പ്രിയതമൻ വന്നു കഴിഞ്ഞു. എല്ലാ ആത്മാക്കളെയും, അതായത് പ്രിയതമകളെയും പുഷ്പമാക്കി മാറ്റി കൊണ്ടുപോകും. പരിധിയില്ലാത്ത പ്രിയതമനും പരിധിയില്ലാത്ത പ്രിയതമമാരുമാണ്. ഞാൻ സർവരെയും കൊണ്ടുപോകും എന്ന് പറയുന്നു. പിന്നെ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് പോയി പദവി നേടും. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. കുട്ടികളെ സംരക്ഷിക്കും. ഹേ ആത്മാവേ, നിങ്ങളുടെ ഹൃദയം ബാബയുടെ നേർക്കായിരിക്കട്ടെ. ഈ ഓർമ്മയുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ സ്വർഗവാസിയാകുന്നു.
ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ. സ്റ്റുഡൻസ് ആണെങ്കിൽ വളരെ സന്തോഷത്തിലിരിക്കേണ്ടതാണ്. ഇത് വളരെ സഹജമാണ്. ഡ്രാമയനുസരിച്ച് സർവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ആരോടും വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ നോളജും വന്നു കഴിഞ്ഞു. മനുഷ്യൻ രോഗത്തിൽ നിന്നും മുക്തമാകുമ്പോൾ ആശംസകൾ നൽകുന്നു. ഇവിടെയാണെങ്കിൽ മുഴുവൻ ലോകവും രോഗിയാണ്. അല്പസമയത്തിനുള്ളിൽ ജയ ജയഘോഷമുണ്ടാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യം സത്യമായ പ്രിയതമയായി കൈകൾ കൊണ്ട് കാര്യം ചെയ്യുമ്പോഴും ബുദ്ധി കൊണ്ട് പ്രിയതമനെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ സ്വർഗവാസി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സന്തോഷത്തിലിരിക്കണം. സൂര്യവംശി ഡിനാസ്റ്റിയിൽ സിംഹാസനസ്ഥർ ആകുന്നതിനായി മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. ബാബയ്ക്ക് സമാനം നോളജ്ഫുള്ളായി സർവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. വരദാനം: കിരീടവും തിലകവും ധാരണ ചെയ്ത് ബാബ് ദാദയുടെ സഹായി ആകുന്ന ഹൃദയ സിംഹാസനസ്ഥരായി ഭവിക്കട്ടെ. ആരെങ്കിലും സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തിലകവും കിരീടവും അവരുടെ അടയാളം ആയിരിക്കും. അതേപോലെ ആരാണോ ഹൃദയ സിംഹാസനസ്ഥർ ആയവർ, അവരുടെ മസ്തകത്തിൽ സദാ അവിനാശി ആത്മാവിൻ്റെ സ്ഥിതിയുടെ തിലകം ദൂരെ നിന്നു തന്നെ തിളങ്ങുന്നതായി കാണപ്പെടുന്നു. സർവ ആത്മാക്കളുടെയും മംഗളത്തിൻ്റെ ശുഭഭാവന അവരുടെ നയനങ്ങളിൽ നിന്നും മുഖത്തിൽ നിന്നും കാണപ്പെടുന്നു. അവരുടെ ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ബാബയ്ക്ക് സമാനം ആയിരിക്കും. സ്ലോഗൻ: സരളമായ ഓർമ്മയ്ക്ക് വേണ്ടി സരളതയുടെ ഗുണം ധാരണ ചെയ്യൂ. സംസ്കാരങ്ങളെ സരളമാക്കൂ. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. വിജയി ആകുന്നതിൻ്റെ ഫൗണ്ടേഷനാണ് നിശ്ചയം. ഫൗണ്ടേഷൻ അഥവാ ഉറച്ചതാണെങ്കിൽ ബിൽഡിംഗ് കുലുങ്ങുകയില്ല, നിശ്ചിന്തമായിരിക്കും. എന്നാൽ ബാബയിൽ മാത്രം നിശ്ചയം പോരാ, സ്വയം തന്നിലും നിശ്ചയം, ഡ്രാമയിലും നിശ്ചയം. ആഹാ ഡ്രാമ, ആഹാ എന്ന് അഥവാ ഡ്രാമയിൽ നിശ്ചയമുണ്ടായിരിക്കുമെങ്കിൽ അമംഗളത്തിൻ്റെ കാര്യം പോലും മംഗളത്തിലേക്ക് പരിവർത്തനപ്പെടും. ഓം ശാന്തി. പ്രശാന്തമായ ഒരു സ്ഥാനത്തിരുന്ന് മനസ്സിൽ ഈ സങ്കല്പങ്ങൾ കൊണ്ടുവരൂ. ഈ ശരീരത്തെ ചൈതന്യവത്താക്കി വയ്ക്കുന്ന ഞാൻ അമരവും അനശ്വരവുമായ ആത്മാവാണ്. ജ്യോതി സ്വരൂപമാണ്. ഭൃഗുടിയാകുന്ന കുടിലിൽ ഇരിക്കുന്ന ചൈതന്യ നക്ഷത്രമാണ് ഞാൻ. സച്ചിത് ആനന്ദ സ്വരൂപമാണ്. പ്രേമ സ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. ആത്മാവായ ഞാൻ ഈ സൃഷ്ടിയാകുന്ന കർമ്മക്ഷേത്രത്തിൽ വേഷം അഭിനയിക്കുന്നതിന് ശരീരമാകുന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഈ ലോകം ഒരു കളിയരങ്ങാണ്. ആത്മാക്കളെല്ലാം തന്നെ ഈ കർമ്മക്ഷേത്രത്തിലെ അഭിനേതാക്കളാണ്.
എന്നാൽ ആത്മാവായ എൻ്റെ നിജധാമം, നിജ സ്വദേശം ഈ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും അകലെ സ്വയം പ്രകാശിക്കുന്ന ശാന്തിധാമമാണ്, മുക്തിധാമമാണ്, നിർവാണധാമമാണ്. ഈ ആത്മലോകത്തിൽ സ്വർണ്ണ ചുവപ്പ് പ്രകാശമാണ്. സർവത്ര ശാന്തിയാണ്. ഈ പരമധാമത്തിൽ ആത്മാവായ എൻ്റെ സത്യമായ പിതാവ്, പരംപിത, പരമാത്മാവ് നിവസിക്കുന്നു. ശിവപരമാത്മാവ് മംഗളകാരിയും ഹിതകാരിയുമാണ്. രൂപത്തിൽ ജ്യോതിർബിന്ദുവും സർവഗുണങ്ങളുടെയും സിന്ധുവുമാണ്. ആനന്ദം, പ്രേമം, ശാന്തി, ശക്തി എന്നിവയുടെ സാഗരമാണ്. പതീത പാവനനും സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം തരുന്നവനുമാണ്. ദിവ്യ ചക്ഷു ദാതാവാണ്. ദിവ്യ ബുദ്ധി ദാതാവാണ്. പരമാത്മാ ശിവന്റെ ഈ സാന്നിധ്യത്തിൽ ഞാൻ ആത്മാവ് സ്നേഹവും ശാന്തിയും ശക്തിയും അനുഭവിക്കുന്നു. ആ ദിവ്യ തേജോമയ പ്രകാശത്തിൽ നിന്നുള്ള കിരണങ്ങൾ ആത്മാവിന് ദിവ്യതയും ശീതളതയും പ്രദാനം ചെയ്യുന്നു. ഇതിൽ എത്ര ആനന്ദം, എത്ര ശാന്തി, എത്ര സുഖമാണ്. ശിവസാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ എന്നിലെ വ്യക്തിത്വം വികസിച്ച് ഈശ്വരൻ്റേതുമായി ഏകീഭവിക്കുന്നു. സർവശക്തനായ ശിവപിതാ, അങ്ങയുടെ ഈ ദിവ്യ സാന്നിധ്യത്താൽ ഞാൻ ആത്മാവ് ധന്യമായി കഴിഞ്ഞു. അങ്ങയുടെ ഈ അലൗകിക കൂട്ട് എനിക്ക് മംഗളമയമായി മാറിയിരിക്കുന്നു. ആത്മപിതാവായ പരമാത്മാവിൽ നിന്നും സർവശക്തികളാലും ഗുണങ്ങളാലും സർവ കലകളാലും സുശോഭിതമായി സ്നേഹത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും ദൗത്യവാഹകയായി തിരികെ ഞാൻ ഭൗതിക ലോകത്തിലേക്ക്, സാകാര ധാമത്തിലേക്ക് വരുന്നു.